ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ സർപ്രൈസ് OTT റിലീസ് ചെയ്ത് നോക്കിയാണെങ്കിൽ 400 കോടിയോളം കളക്ഷൻ നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറിയ രാം ചരൺ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പെത്തി എന്ന് പറയുന്ന സിനിമയാണ്. രാംചരനോടൊപ്പം തന്നെ ജാൻവി കപൂർ, ദിവ്യേന്ദ്രു, ശിവരാജ് കുമാർ, ജഗപതി ബാബു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബുജ്ജി ബാബുസനെയായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം 400 കോടിയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് കളക്ഷൻ സ്വന്തമാക്കി ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ നമുക്ക് മലയാളത്തിലടക്കം കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മനസ്സിൽ വേരൂന്നിയ ഫുട്ബോൾ ഭ്രാന്തിനെക്കുറിച്ചും ആവേശത്തെക്കുറിച്ചും പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പുത്തൻ മലയാളം ഡോക്യുമെന്ററി സീരീസ് ആയിട്ടുള്ള ഡാൻസ് ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്ന ആ സീരീസ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെന്ററി ജിയോ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം OTTയിൽ എത്തിയിരിക്കുകയാണ്. കമ്മിങ് ഓഫ് ഏജ് ജോണറി വരുന്ന സിനിമയാണ് ദായം. അമ്മയുടെ മരണശേഷം ഒരു പെൺകുട്ടിയുടെ 2-3 ആഴ്ചത്തെ ജീവിതമാണ് ചിത്രം കഥ പറയുന്നത്. ഇപ്പോഴത്തെ മനോരമ മാക്സ് വഴി ദായം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സംയുക്ത വിശ്വനാഥൻ, സന്തോഷ് എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ഫാന്റസി ചിത്രമായിരുന്നു ഡബിൾ ഓക്യുപ്പൻസി എന്ന് പറയുന്ന ചിത്രം. രമേശ് വെങ്കടേഷ്, വിനോദ് കിഷൻ, VTV ഗണേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. അശ്വിൻ കന്ദസ്വാമിയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡബിൾ ഓക്യുപ്പൻസി എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ഇന്ന് സർപ്രൈസ് ഒരു സിനിമ എത്തിയിട്ടുണ്ട്. കള്ളക്കാമുകൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ജിനീഷ് ലാൽ ഒരുക്കിയ ഫാമിലി ഡ്രാമ ചിത്രമാണ് കള്ളക്കാമുകൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ മനോരമ മാക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മനോരമ മാക്സ് മറ്റൊരു ചെറിയ ചിത്രം കൂടി സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. അഖിൽ സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഒരു വടക്കൻ വെളിച്ചം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമുക്ക് ഇപ്പോഴത്തെ മനോരമ മാക്സ് വഴി കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രെഡോ എന്ന് പറയുന്ന ഒരു ചിത്രം കൂടി ഇപ്പോഴത്തെ സ്ട്രീമിംഗ് നടത്തിയിരിക്കുകയാണ്. പഴയകാല രീതിയിൽ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനും സാങ്കേതിക വിദ്യയിൽ പുതിയ ഒരു മില്ലേനിയൽ കോഡറും ഒരുമിച്ചൊരു കേസ് അന്വേഷിക്കാൻ നിർബന്ധിതരാകുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഗോവൻ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ആണ് പ്രിതം ആൻഡ് പ്രെഡോ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വെബ് സീരീസ് ആണ് ദി വെയർ എന്ന് പറയുന്ന വെബ് സീരീസ്. ഒരു ടോസ്റ്റ് കരിഞ്ഞു പോകുമ്പോൾ അടുക്കളയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സ്ട്രെസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാർമിയെ പരിചയപ്പെടാം. ലോകോത്തര ഫൈൻ ഡൈനിങ് ഷെഫായ കാർമി തന്റെ മിഷേലിൻ നക്ഷത്ര പദവികളെല്ലാം മാറ്റിവെച്ച് പ്രതിസന്ധിയിലായ തന്റെ കുടുംബത്തിന്റെ സാൻഡ്വിച്ച് ഷോപ്പ് നടത്താനായി ചിക്കാഗോയിലേക്ക് തിരിച്ചെത്തുന്നതാണ് ദി ബെയർ എന്ന് പറയുന്ന സീരീസിന്റെ ഇതിവൃത്തം. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ഈ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസ് കാണുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി സീരീസ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ പിന്നെ മറ്റൊരു സീരീസ് ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ മുൻകാല സുഹൃത്തുക്കൾക്കായി ഒരു റിയൂണിയൻ ഒരുക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അവിടെ ഒത്തുകൂടി എല്ലാവർക്കും പരസ്പരം ഒളിപ്പിക്കാൻ വലിയൊരു രഹസ്യമുണ്ടെങ്കിലോ അത്തരം ഒരു കഥ പറയുന്ന ദി 5 സ്റ്റാർ വീക്കെൻഡ് എന്ന് പറയുന്ന സീരീസ് ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ സീരീസ് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയ ജയറാം, ഉർവശി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ പരിമള ആൻഡ് കോ എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പാണ്ഡ്യരാജ് രചനയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ മിഷ്കിൻ, യോഗി ബാബു, സാന്റി മാസ്റ്റർ, സന്തോഷ് ശോഭൻ, സഞ്ജന കൃഷ്ണമൂർത്തി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം C5 വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ഒരു ചിത്രം സർപ്രൈസ് ആയിട്ട് OTT വഴി എത്തിയിട്ടുണ്ട്. സിജു വിൽസൺ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തി അഭിലാഷ് ആർ നായർ അണിയിച്ചിരിക്കെ ഡോസ് എന്ന് പറയുന്ന സിനിമയാണ്. കഴിഞ്ഞ മെയ് മാസം തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിരുന്നെങ്കിലും നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ചിത്രത്തിൽ ഒരു ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നിഗൂഢതകളുമാണ് ചിത്രം കഥ പറയുന്നത്. സിജു വിൽസനോടൊപ്പം തന്നെ ദൃശ്യ, രഘുനാഥ്, ജഗദീഷ്, അശ്വിൻ കുമാർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചിത്രം ഇപ്പോഴത്തെ പ്രമുഖ 6 OTT പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീമിംഗ് നടത്തുന്നത്. ചിത്രം 4 ഭാഷയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സിംപ്ലി സൗത്ത്, AP ഇന്റർനാഷണൽ സൗത്ത് സിനിമാസ്, ലയൺസ് ഗേറ്റ് പ്ലേ, ആഹ എന്നീ OTT പ്ലാറ്റ്ഫോം വഴി മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബൾട്ടി എന്ന് പറയുന്ന സിനിമ ഇത് OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ക്ഷയനിംഗത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഉണ്ണി ശിവരംഗൻ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം ഒരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ്. എന്തൊക്കെയുള്ള കേരള തമിഴ്നാട് ബോർഡറിൽ കഥ പറയുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങളും അത്യാവശ്യം ഭേദപ്പെട്ട വിജയവും തിയേറ്ററിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴത്തെ സോണി ലൈവ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ച നിരവധി ചിത്രങ്ങളും സ്ട്രീമിംഗ് നടത്താൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മമ്മൂക്കയുടെ ബസൂക്കി അടക്കം ഒരുപാട് ചിത്രങ്ങൾ പെൻഡിങ് കിടപ്പുണ്ട്. അതൊക്കെ ബൾട്ടി വന്നതുപോലെ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ OTT അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.